അപ്പോൾ നമ്മൾ ഐസോമോർഫിസവും ഐസോമോർഫിക് വെക്റ്റർ സ്പേസസ് ഒക്കെ ഡിഫൈൻ ചെയ്തു. ഇത് ലാസ്റ്റ് വീഡിയോയിൽ അവസാനത്തെ ബോർഡാണ്, വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഒന്നുകൂടെ വായിച്ച് ഓർത്തെടുത്തോളൂ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് സിമ്പിൾ റിസൾട്ടുകൾ ഞാൻ പ്രൂവ് ചെയ്യുകയാണ്. അത് ഐസോമോർഫിസമൊക്കെ ആയിട്ട് ഒന്ന് പരിചയമായിക്കോട്ടെ വെച്ചിട്ടാണ്. ചിലപ്പോൾ ഒബ്വിയസ് ആയി തോന്നുന്ന റിസൾട്ടുകളായിരിക്കാം, ഇനി നമുക്കത് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചത് പ്രൂവ് ചെയ്യാം. ഇഫ് വി ഈസ് ഐസോമോർഫിക് ടു ഡബ്ല്യു ദെൻ ഡബ്ല്യു ഈസ് ഐസോമോർഫിക് ടു വി. അതായത് വി ഡബ്ല്യുവിൻ്റെ കോപ്പിയാണെങ്കിൽ ഡബ്ല്യു വിൻ്റെ കോപ്പിയാണ്, തിരിച്ചും പറയാൻ പറ്റുന്നു. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഇവിടെ പ്രൂഫ് ചെയ്യാം. വി ഐസോമോർഫിക് ടു ഡബ്ല്യു ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം വി എന്ന ഡബ്ല്യുവിലേക്കൊരു ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? അങ്ങനെയെങ്കിൽ തിരിച്ച് ഡബ്ല്യു വിനോടും ഡബ്ല്യു ഇസ് ഐസോമോർഫിക് ടു വി എന്നും കൂടിയാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഡബ്ല്യു എന്ന് വിയിലേക്ക് ഒരു ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് കാണിക്കണം. അതെങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ. ഞാൻ പറയണു, നിങ്ങൾ പോസ് ചെയ്തിട്ട് സോൾവ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ കേൾക്കുക. അതായത് ടി എന്താണ്? ഒരു ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലേ വി എന്ന് ഡബ്ല്യൂയിലേക്കുള്ള. അപ്പം ടി ആസ് എ ഫംഗ്ഷൻ അതൊരു ബൈജക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിന് ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ ടീൻ്റെ ഇൻവേഴ്സ് പരിഗണിക്കുക. അതായത് കൺസിഡർ ടി ഇൻവേഴ്സ് ഫ്രം ഡബ്ല്യു ടു വി അല്ലെ. ആസ് എ ഫംഗ്ഷൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യത്തിൽ അതൊരു തർക്കമില്ല. കാരണം എന്താ, ഒരു ബൈജക്ഷൻ അല്ല, ബൈജക്റ്റീവ് മാപ്പിനും ഫംഗ്ഷനും എന്തുണ്ട്? ഒരു ഇൻവേഴ്സ് ഉണ്ട്. സോ ആ ഇൻവേഴ്സ് ഫംഗ്ഷൻ എടുത്തു. ഇനി ഈ ഇൻവേഴ്സ് ഫംഗ്ഷനും അപ്പം എന്തായിരിക്കും? ഒരു ബൈജക്ഷൻ ആയിരിക്കും. അതൊക്കെ നമ്മൾ സ്കൂൾ മുതൽ അറിയുന്ന കാര്യമാണ്. ഒരു ബൈജക്റ്റീവ് മാപ്പിന് ഒരു ഇൻവേഴ്സ് ഫംഗ്ഷനും ബൈജക്റ്റീവാണ്, അതിലൊന്നും തർക്കമല്ല. ഇനി ഈ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഫ്രം ഡബ്ല്യു ടു വി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് കൂടി കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദിസ് ടി ഇൻവേഴ്സ് വിൽ ബി എ ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഡബ്ല്യു ടു വി. അതായത് ഡബ്ല്യു എന്ന് വിയിലേക്കുള്ള ഒരു ഐസോമോർഫിസ് ആയിട്ട് ഈ ടി ഇൻവേഴ്സ് വരും. അപ്പോൾ എന്തായി? ഡബ്ല്യു എന്ന് വിയിലേക്ക് ഒരു ഐസോമോർഫിസം കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഡബ്ല്യു ഈസ് ഐസോമോർഫിക് ടു വി. അങ്ങനെയാണ് ഇതിന് പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ പോസ് ചെയ്തിട്ട് ദിസ് ടി ഇൻവേഴ്സ് ഈസ് ലീനിയർ എന്നും കൂടി കാണിക്കാൻ പറ്റുമോ നോക്കും. അപ്പോൾ പ്രൂഫായല്ലോ. നൈസ്, ഞാൻ ഇവിടെ പ്രൂഫ് ചെയ്യാം. ഇതാ ഇവിടെ ഈ ടി ഇൻവേഴ്സ് ഫ്രം ഡബ്ല്യു ടു വി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡബ്ല്യുവിൻ്റെ അകത്ത് രണ്ട് വെക്ടേഴ്സ് എക്സും വൈയും എടുത്തു. എന്നിട്ട് ടി ഇൻവേഴ്സ് ഓഫ് സി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സി ഇൻറ്റു ടി ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടി ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് കാണിച്ചു. അങ്ങനെയല്ല കാണിക്കേണ്ടത് ടി ഇൻവേഴ്സ് ലീനിയർ ആണെന്നുള്ളതിന്. സോ ഇവിടെയൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റെപ്പൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. പരമാവധി നിങ്ങൾ സ്വന്തം തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ടി ഇൻവേഴ്സ് ലീനിയർ ആണ് ഇവിടെ ഉണ്ട്. മാത്രമല്ല ടി ഇൻവേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു ടി ബൈജക്ഷൻ ആയതുകൊണ്ട് തന്നെ ടി ഇൻവേഴ്സും ബൈജക്ഷനാണ്. സോ ടി ഇൻവേഴ്സ് ഈസ് എ ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. അത് രണ്ടും കൂടി ഒരുമിച്ചാണ്. ടി ഇൻവേഴ്സ് ഇവിടെ ബൈജക്ഷനാണ്, അവിടെ ഇടാം. ടി ഇൻവേഴ്സ് ഈസ് ബൈജക്ഷൻ. ഇവിടെ എന്താ കിട്ടി? ടി ഇൻവേഴ്സ് ഈസ് ലീനിയർ അല്ലേ. അപ്പോൾ ടി ഇൻവേഴ്സ് ഈസ് എ ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കിട്ടി. അപ്പോൾ എന്താ? ടി ഇൻവേഴ്സ് ഫ്രം ഡബ്ല്യു ടു വി ഈസ് എ ഐസോമോർഫിസം. സോ ഡബ്ല്യു ഈസ് ഐസോമോർഫിക് ടു വി വന്നു. ഓക്കെ, ഇനി അടുത്ത റിസൾട്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് തന്നെ ഞാൻ പറയും. ഇനി ഇതൊന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കൂ. ഇത് പ്രൂവ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാം. സോ ഇവിടെ പറഞ്ഞത് വിയും ഡബ്ല്യുവും രണ്ട് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസസ് ആണ് ഓവർ ദ സെയിം ഫീൽഡ് എഫ്. ദെൻ വി ഈസ് ഐസോമോർഫിക് ടു ഡബ്ല്യു ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദെയർ ഡയമെൻഷൻസ് ആർ ഈക്വൽ. ഇതാണ് പറഞ്ഞത്. നമുക്ക് അതിന് പ്രൂവ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയാം. ഇത് ഇഫ് ആൻഡ് ഓൺലി റിസൾട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഒരു ഭാഗം പ്രൂവ് ചെയ്യാം. അതായത് സപ്പോസ് വി ഈസ് ഐസോമോർഫിക് ടു ഡബ്ല്യു, അങ്ങനെയെങ്കിൽ ഡയമെൻഷൻ വി ഈക്വൽ ടു ഡയമെൻഷൻ ഡബ്ല്യു നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ വി ഐസോമോർഫിക് ടു ഡബ്ല്യു ആയതുകൊണ്ട് തന്നെ വിന്ന് ഡബ്ല്യുയിലേക്ക് ഒരു ബൈജക്റ്റീവ് ട്രാൻസ്ഫോർമേഷൻ ടി ഉണ്ടാവുമല്ലോ, അതും ഞാൻ എഴുതി. ഇനി നമ്മുടെ എഴുതാൻ വേണ്ടി സ്വന്തം പോസ് ചെയ്തും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഹിൻഡ് തരാം. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഡയമെൻഷൻ വി ഈക്വൽ ടു ഡയമെൻഷൻ ഡബ്ല്യു എന്നാണ്. അവിടെ ഹിൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമെൻഷൻ തിയറല്ലേ, അല്ലെങ്കിൽ റാങ്കിനാലിറ്റി തിയറം. അതാണ് ഇവിടെ ഹിൻഡ്. നിങ്ങളത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഇതാ ഇവിടെ ഞാൻ ഡയമെൻഷൻ തിയറി ഉപയോഗിച്ചിട്ടൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവിടുന്ന് ഇതിന് പകരം ഇവിടെ 0 കൊടുക്കാൻ കാരണം എന്താ? ഇത് ടി ബൈജക്ഷൻ അല്ലേ. ടി ബൈജക്ഷൻ ആകുമ്പോൾ അത് 1 ആണ്. 1 ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ നൾ സ്പേസ് 0 സ്പേസ് ആയിരിക്കും. സോ ഡയമെൻഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ടി ഓൺ ടു അല്ലേ, അതുകൊണ്ട് തന്നെ റേഞ്ച് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡബ്ല്യു ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഇങ്ങനെ വന്നു, ഇങ്ങനെ കിട്ടി. അപ്പം വി ഈസ് ഐസോമോർഫിക് ടു ഡബ്ല്യു ആണെങ്കിൽ അവരുടെ ഡയമെൻഷൻ സെയിം ആയിരിക്കണം എന്ന് ഇവിടെ കിട്ടി. ഇനി തിരിച്ച് ഡയമെൻഷൻ സെയിം ആണെങ്കിൽ വി ഈസ് ഐസോമോർഫിക് ടു ഡബ്ല്യു എന്ന് കാണിക്കണം. കോൺവേഴ്സ് ഞാൻ ഇവിടെ ഇത് പ്രൂവ് ചെയ്യട്ടെ. നിങ്ങൾ സ്വന്തം ട്രൈ ചെയ്ത് നോക്കുക. Conversely, suppose dimension v equal to dimension w. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം?
then V is isomorphic to W എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യാം. ഇവിടെ ഈ വിയും ഡബ്ല്യു ഒക്കെ ഫൈനൈറ്റ് ഡയമെൻഷനിലല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം ഡയമെൻഷൻ വി ഈക്വൽ ടു ഡയമെൻഷൻ ഡബ്ല്യു ഈക്വൽ ടു എൻ എഴുതാലോ. ഓക്കെ, എഴുതി. ഇനി നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലല്ലേ പ്രൂവ് ചെയ്തത് വി ഒരു എൻ ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് വി ഓവർ എഫ് എടുത്തു കഴിഞ്ഞാൽ അത് ഐസോമോർഫിക് ടു എഫ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ. അത് പ്രൂവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഐസോമോർഫിസത്തിൻ്റെ ഡെഫിനിഷനും ഒക്കെ പറഞ്ഞത് അല്ലേ. സോ നമുക്കറിയാം വി എൻ ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓവർ എഫ് ആയതുകൊണ്ട് തന്നെ വി ഈസ് ഐസോമോർഫിക് ടു എഫ് എൻ. അതേപോലെ തന്നെ ഡബ്ല്യു എന്തായിരിക്കും, ഐസോമോർഫിക് ടു എഫ് എൻ ആയിരിക്കും. അത് നമ്മൾ എഴുതാം, വിയും ഡബ്ല്യുവും ഐസോമോർഫിക് ടു എഫ് എൻ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം വി എന്നും ഡബ്ല്യു എന്നൊക്കെ എഫ് എന്നിലേക്ക് ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവും. അത് ഞാൻ ഇവിടെ എഴുതട്ടെ, അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. വിന്ന് എഫ് എന്നിലേക്ക് ഒരു ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ T1 ഉണ്ടാവും. അതേപോലെ തന്നെ ഡബ്ല്യു എന്ന് എഫ് എന്നിലേക്ക് ഒരു ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ഇനി ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ T2ൻ്റെ ഇൻവേഴ്സ് എടുക്കുക. അപ്പം T2 ഇൻവേഴ്സ് ഫ്രം എഫ് എൻ ടു ഡബ്ല്യു എന്താണ്, അതും ഒരു ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇൻവേഴ്സ് ഒരു ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പം നോക്കുക, T1 ഇപ്പോൾ ഇവിടുത്തെ അങ്ങോട്ടേക്കുള്ളത് വിന്ന് എഫ് എന്നിലേക്കുണ്ട്, വിന്ന് എഫ് എന്നിലേക്ക് T1 ഉണ്ട്. പിന്നെ ആ എഫ് എൻ എന്ന് ഡബ്ല്യൂയിലേക്ക് ആരുണ്ട്, T2 ഇൻവേഴ്സ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഈ രണ്ടെണ്ണത്തിൻ്റെയും പ്രോഡക്റ്റ് എടുക്കുക, കോമ്പോസിഷൻ. അതായത് T2 ഇൻവേഴ്സ് കോമ്പോസിറ്റ് T1, നമ്മൾ അതിന് പ്രോഡക്റ്റ് എന്ന് വിളിക്കാനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. T2 ഇൻവേഴ്സ് T1 അത് എവിടെ നിന്ന് അങ്ങോട്ടേക്ക് വർക്ക് ചെയ്യും, ഫ്രം വിന്ന് ഡയറക്റ്റ്ലി ഡബ്ല്യൂയിലേക്ക് വർക്ക് ചെയ്യും അല്ലേ, ഫ്രം വി ടു ഡബ്ല്യു അല്ലേ. ഇനി ഈ T2 ഇൻവേഴ്സ് T1 ഫ്രം വി ടു ഡബ്ല്യു എന്ന് പരിഗണിച്ച് നോക്കൂ. ഈ T1 ഒരു ബൈജക്ഷനാണ്, T2 ഇൻവേഴ്സ് ബൈജക്ഷനാണ്. രണ്ട് ബൈജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോമ്പോസിഷനും ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും. ഒക്കെ നമുക്ക് സ്കൂളിൽ അറിയുന്നതാണ്. സോ ദിസ് ഇസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഫ്രം വി ടു ഡബ്ല്യു. മാത്രമല്ല നമ്മൾ നേരത്തെ കണ്ടാണ് രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ കോമ്പോസിഷൻ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കണ്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കൂടിയാണ് ഫ്രം വി ടു ഡബ്ല്യു. സോ ദിസ് ഇസ് എ ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വി ടു ഡബ്ല്യു. ക്ലിയർ? അതുകൊണ്ട് ഞാൻ വി ഡബ്ല്യൂയിലേക്ക് ഒരു ബൈജക്റ്റീവ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കിട്ടി. സോ വി ഈസ് ഐസോമോർഫിക് ടു ഡബ്ല്യു. നമുക്ക് വേണ്ട കാര്യം പ്രൂവ് ചെയ്തു. ക്ലിയർ അല്ലേ? ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മാച്ചിട്ട് ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം. ഇതുവരെയുള്ള എല്ലാ ചർച്ചകളും കൂട്ടി വെച്ചിട്ട് ഞാനൊരു താത്വികമായ ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര 2 ഡയമെൻഷണൽ റിയൽ വെക്റ്റർ സ്പേസുകളുണ്ട്? ചോദ്യം മനസ്സിലായല്ലോ. എത്ര 2 ഡയമെൻഷണൽ റിയൽ വെക്റ്റർ സ്പേസുകളുണ്ട്? ഞാൻ എൻ്റെ വിശദീകരണം തരാം. അതിൻ്റെ മുമ്പ് ഞാൻ അതിന് ഉത്തരം പറയട്ടെ. ഒറ്റൊന്നേ ഉള്ളൂ എന്ന് പറയാം, വേണമെങ്കിൽ R2 മാത്രമേ ഉള്ളൂ എന്ന് പറയാം. 2 ഡയമെൻഷണൽ റിയൽ വെക്റ്റർ സ്പേസുകളാട്ടോ ഞാൻ ചോദിച്ചത്. ഇത് ഏതുപോലെയെന്നറിയോ ഈ ഉത്തരം വരുന്നത്? വിശദീകരണം തരാം. അതിൻ്റെ മുമ്പേ നമ്മൾ എത്ര എണ്ണാൻ ഉപയോഗിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ സെറ്റില്ലേ, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അത് എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നല്ല പറയുള്ളൂ അല്ലേ. അതിപ്പം ഇംഗ്ലീഷിലൊരു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, 1 2 3 4 5 6 അങ്ങനെ പോകുന്നത്. മലയാളത്തിലൊരു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, 1 2 3 അങ്ങനെ പോകുന്നത്. ഹിന്ദിയിൽ വേറൊരു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, 1 2 3 അങ്ങനെ പറയാറുണ്ടോ? ഇല്ല, അതൊക്കെ സെയിം തന്നെയാണ്. ജസ്റ്റ് ഭാഷാ ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ. ദേ ആർ ഓൾ ഐസോമോർഫിക് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. സോ അതുപോലെ ഞാൻ ഈ പറയുന്നത്, നിങ്ങൾക്ക് നോക്കുമ്പോൾ വ്യത്യാസങ്ങൾ പലതും കാണിക്കും. ഇതിപ്പോൾ ഒരു 2 ഡയമെൻഷണൽ റിയൽ വെക്റ്റർ സ്പേസിൻ്റെ എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ R2 പറയുന്നുണ്ടാവും. വേറെ എക്സാമ്പിൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം P1 ഓഫ് R പറയുന്നുണ്ടാവും. അങ്ങനെ പല പല എക്സാമ്പിൾസ് പറയുന്നുണ്ടാവും. അതൊക്കെ പക്ഷേ ഏതുപോലെ എന്നറിയോ, ഈ മലയാളികളുടെ എണ്ണൽ സംഖ്യ, ഇംഗ്ലീഷുകാരുടെ എണ്ണൽ സംഖ്യ, ഹിന്ദിക്കാരുടെ എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ വ്യത്യാസമേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. എല്ലാം ഒന്നിൻ്റെ കോപ്പികൾ തന്നെയാണ്. അത് ഈ റിസൾട്ട് നിന്ന് കിട്ടും. കാരണം എന്താ, ഇവിടെ എൻ്റെ കയ്യിൽ ഒരു 2 ഡയമെൻഷണൽ റിയൽ വെക്റ്റർ സ്പേസ് ഉണ്ട് വിചാരിക്കുക. വി ഈസ് 2 ഡയമെൻഷണൽ ഓവർ R. എൻ്റെ കയ്യിൽ ഒരു 2 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓവർ R ഉണ്ട്. അതിൻ്റെ പേര് വി എന്നാണ്. ഇനി നിങ്ങളുടെ കയ്യിലും ഒരു 2 ഡയമെൻഷണൽ റിയൽ വെക്റ്റർ സ്പേസ് ഓവർ R ഉണ്ട് വിചാരിക്കുക. W എന്നാണ് അതിൻ്റെ പേര്. W ഈസ് എ 2 ഡയമെൻഷണൽ റിയൽ വെക്റ്റർ സ്പേസ് ഓവർ R.
ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലൊരു വി ഉണ്ട്, അത് 2 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓവർ ആറാണ്. നിങ്ങളുടെ കയ്യിലൊരു ഡബ്ല്യു ഉണ്ട്, അതും 2 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓവർ ആറാണ്. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമൊന്നുമില്ല, പക്ഷേ നമുക്ക് ഇത് മാത്രം അറിയാം, ഇന്ത്യയിലുള്ളതും ഒരു 2 ഡയമെൻഷണൽ റിയൽ വെക്റ്റർ സ്പേസാണ്, നിങ്ങളേലുള്ളതും ഒരു 2 ഡയമെൻഷണൽ റിയൽ വെക്റ്റർ സ്പേസാണ്. ഓക്കെ, ഇനി ഇത് ഈ റിസൾട്ട് പ്രകാരം നമുക്ക് എന്ത് പറയാം, ഈ വിൻ്റെയും ഡബ്ല്യുവിൻ്റെയും ഫീൽഡ് സെയിം അല്ലേ, ആറാണ്. മാത്രമല്ല രണ്ടിൻ്റെയും ഡയമെൻഷൻ സെയിം ആണ്. അപ്പം ഈ വിയും ഡബ്ല്യുവും ഐസോമോർഫിക് ആണ്. അപ്പം എൻ്റെ ഉള്ളതും നിങ്ങളുടെ ഉള്ളതും ആക്ച്വലി കോപ്പീസാണ് അല്ലേ. എൻ്റെ വിയും നിങ്ങളുടെ ഡബ്ല്യുവും ഐസോമോർഫിക് ആണ് ഈ റിസൾട്ട് പ്രകാരം. മാത്രമല്ല ഒന്നുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇനി ഇതിനോടൊപ്പം തന്നെ R2 എടുക്കുക. നമുക്കറിയാം R2 ഈസ് എ 2 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓവർ R അല്ലേ. R2 എന്താണ്, ഇതേപോലെ തന്നെ ഒരു 2 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓവർ R ആണ്. അപ്പോൾ ഈ റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ വി ആരെ കോപ്പിയാണ്, R2ൻ്റെ കോപ്പിയാണ്. എൻ്റെ കയ്യിലുള്ള വി R2ൻ്റെ കോപ്പി തന്നെയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഡബ്ല്യുവും ആരെ കോപ്പിയാണ്, R2ൻ്റെ കോപ്പിയാണ്. അപ്പം എൻ്റെ കയ്യിലുള്ളതും R2ൻ്റെ ഒരു ഭാഷാന്തരമാണ്, നിങ്ങളുടെ കയ്യിലുള്ളതും R2ൻ്റെ ഒരു ഭാഷാന്തരമാണ്. അപ്പം എന്ത് മനസ്സിലായി, ഞാൻ ഏതൊരു 2 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓവർ R കൊണ്ടുവന്നാലും നിങ്ങൾ ഏതൊരു 2 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓവർ R കൊണ്ടുവന്നാലും അതൊക്കെ തന്നെ R2ൻ്റെ ഭാഷാന്തരങ്ങൾ മാത്രമാണ്. സോ താത്വികമായി ഒരൊറ്റ 2 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓവർ ആറേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് മനസ്സിലാവും താത്വികമായി ഒരൊറ്റ 3 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓവർ ആറേ ഉള്ളൂ. ഇൻ ജനറൽ ഒരൊറ്റ n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓവർ ആറേ ഉള്ളൂ. അതായത് n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓവർ R എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് Rn മാത്രമേ ഉള്ളൂ. അതിൻ്റെ വ്യത്യസ്ത കോപ്പികൾ മാത്രമാണ് ബാക്കിയുള്ളതെല്ലാം. അപ്പോൾ n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓവർ ആറിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ Rn കുറിച്ച് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ അതായത് എണ്ണൽ സംഖ്യയെ കുറിച്ച് പഠിക്കണമെങ്കിൽ, നാച്ചുറൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷിലെ നാച്ചുറൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചാൽ മതി. അല്ലാണ്ട് മറ്റ് ഭാഷകളിലുള്ളതൊന്നും പഠിക്കണമെന്നൊന്നുമില്ല. ഇത് പഠിച്ചാൽ തന്നെ ഈ ഇൻഫർമേഷൻ മറ്റുള്ള എല്ലാ n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓവർ ആറിനെ കുറിച്ചും പറയാൻ പറ്റും. ഇൻ ജനറൽ ഒരു n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓവർ എഫിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആരെ കുറിച്ച് പഠിച്ചാൽ മതി, Fn കുറിച്ച് പഠിച്ചാൽ മതി. ബാക്കിയുള്ള എല്ലാ n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓവർ എഫും ഇതിൻ്റെ കോപ്പീസ് ആയിരിക്കും, ഇതിൻ്റെ ഭാഷാന്തരങ്ങളായിരിക്കും എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ. ഡൗട്ടുകൾ ഉണ്ടാവും ചോദിക്കുക. അടുത്ത വീഡിയോ കാണാം.